സ്ക്രോൾ ചെയ്യാൻ പറ്റേ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. എല്ലാവർക്കും സ്ഫിയർ കോയത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുഞ്ഞി കോയത്തിലാണ്. ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ഡൗട്ട്സ് ആണ്. അതായത് ഇപ്പൊ ബയോമെട്രിക് എടുക്കാൻ കൊടുത്ത സമയം കഴിഞ്ഞു, ഇനി ബയോമെട്രിക് എടുക്കാൻ വേണ്ടി പറ്റുമോ, അത് കിട്ടുമോ, അപ്പോയിന്റ്മെന്റ് കിട്ടുമോ? ഒത്തിരി ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നുണ്ട്. കുവൈത്ത് ഗവൺമെന്റ് ബയോമെട്രിക് പൂർത്തിയാക്കാൻ വേണ്ടി കൊടുത്തിരുന്ന സമയം 2024 ഡിസംബർ 31 വരെ ആയിരുന്നു. അപ്പൊ അന്നത്തെ ആ സർക്കുലറിൽ പറഞ്ഞിരുന്നത് എന്താ വെച്ചെങ്കിൽ 2024 ഡിസംബർ 31 ശേഷം ബയോമെട്രിക് എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഒരു ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇടപാടുകളും മരവിപ്പിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആവും, അക്കൗണ്ട് റിന്യൂവൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ലൈസൻസ് റിന്യൂവൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, അതുപോലെ തന്നെ നമുക്ക് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ബ്ലോക്കുകൾ വരും എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ ഇപ്പൊ വന്നു തുടങ്ങി. ഒരുപാട് ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ട് ഇപ്പൊ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ബയോമെട്രിക് ഇപ്പൊ കിട്ടുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ബയോമെട്രിക് പഴയതുപോലെ തന്നെയാണ്. സഹേൽ ആപ്പിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം, എല്ലാ സെന്ററിലും അപ്പോയിന്റ്മെന്റ് കിട്ടുന്നുണ്ട്, തിരക്കൂല കാര്യങ്ങളെല്ലാം പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ബയോമെട്രിക് എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുക, പോകുക, എടുക്കുക. ഇനി ബയോമെട്രിക് എടുത്ത ആൾക്കാരെ ജസ്റ്റ് നിങ്ങളുടെ ബയോമെട്രിക് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുക, അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ചില ആൾക്കാർക്ക് സിസ്റ്റത്തിൽ കയറിയിട്ടില്ല, ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ റെഡ് കാണിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. ഗ്രീൻ കാണിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ അത് നോക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ നമ്മുടെ ഈ വീഡിയോന്റെ ഫസ്റ്റ് കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിസിറ്റിൽ വന്ന് കുവൈത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന ആൾക്കാരോട് എയർപോർട്ടിൽ നിന്ന് ബയോമെട്രിക് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എയർപോർട്ടിൽ പോകുന്നത് കുറച്ച് നേരത്തെ പോയാൽ മതി. 1-2-3 മണിക്കൂർ മുമ്പ് പോയി കഴിഞ്ഞെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ബയോമെട്രിക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു, ഞങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ ബയോമെട്രിക് എടുത്തിട്ടില്ല, ഇനി തിരിച്ചു വരാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ഇങ്ങോട്ട് കുവൈറ്റിലോട്ട് തിരിച്ചു വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ബയോമെട്രിക് എടുക്കും. അപ്പോൾ നമ്മൾ എമിഗ്രേഷനിൽ വരുന്നതിന് മുമ്പ് ബയോമെട്രിക് ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ബയോമെട്രിക് ചെയ്താൽ മതി. ഇനി അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ബയോമെട്രിക് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ മൊബൈലില് സഹേല് സപ്പോർട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുടെ മൊബൈൽ ഒന്ന് വാങ്ങിച്ച് അതിലേക്ക് മൊബൈൽ സീൽ ഐഡിയും സഹേൽ ആപ്പും ഒന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്പോയിന്റ്മെന്റ് എടുക്കുക, ബയോമെട്രിക് ചെയ്തതിന് ശേഷം അവരുടെ ഫോൺ തിരിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ അഡ്രസ്സിന്റെ പ്രശ്നമുണ്ട്, ആൾക്കാർക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സെന്ററിലൊക്കെ പോയി ഒന്ന് നോക്കുക. ചില സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവിടുന്ന് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കിട്ടും, ഇല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞേക്കും. എല്ലാ സ്ഥലത്തും അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കൊടുക്കുന്നതുമുണ്ട്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു, നിങ്ങൾ 20-ാം നമ്പർ വിസക്കാർ നാട്ടിൽ പോയി കഴിഞ്ഞാൽ 4 മാസം നിൽക്കാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ 6 മാസമാണ് ആ നിയമം പ്രാബല്യത്തിൽ വന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു. ഒരു മാസം മുമ്പാണ് ഖാദിം വിസക്കാർക്ക് നാട്ടിൽ പോയി 4 മാസം നിൽക്കാം എന്നുള്ള ഒരു നിയമം വന്നത്. മുമ്പൊക്കെ 6 മാസമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ നിയമം എന്നാണോ വന്നത് അന്ന് മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് അതിന് 2 മാസം മുമ്പ് അവർ പോയിട്ടുണ്ടെങ്കിൽ ഈ നിയമം വന്നതിന് ശേഷം അവർക്ക് 4 മാസം നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. 4 മാസം എന്ന് വെച്ചാൽ 6 മാസം കഴിയരുതേ, അതിനു മുമ്പ്. അപ്പോ ഈ നിയമം വന്നതിന് ശേഷം പോയ ആൾക്കാർക്ക് നാട്ടിൽ 4 മാസം നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.